സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ദൈവാനുഭവം പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. എപ്പോഴാണ് നമുക്ക് ദൈവാനുഭവം കിട്ടിയത്? നമ്മൾ അനുദപിച്ചപ്പോഴാണ്. അനുദപിക്കുന്നവർക്കാണ് ദൈവരാജ്യം സമീപസ്ഥമായത്. ദൈവാനുഭവം സ്വന്തമായപ്പോഴൊക്കെ നമ്മൾ അനുദപിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവാനുഭവം കിട്ടിയ നമ്മൾ ഓരോരുത്തരും അനുദപിച്ചപ്പോഴാണ് അത് കിട്ടിയതെങ്കിൽ, തുടർന്ന് ആ അനുതാപ ജീവിതം നീ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്ന നിത്യതയിൽ നിന്റെ സ്റ്റാൻഡ് സോദോം ഗൊമോറയ്ക്കുണ്ടായതിനേക്കാൾ ഭീകരമായിരിക്കും. ചിന്തിച്ചു നോക്കിക്കേ. അനുദപിച്ചപ്പോൾ ദൈവാനുഭവം കിട്ടിയെങ്കിൽ ആ അനുതാപ അവസ്ഥ നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പ്രാർത്ഥിക്കണം കേട്ടോ, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് അവിടുത്തെ കൃപ തരണമേ. അതുകൊണ്ടായിരിക്കണം പൗലോസ്യ പറയുന്നത്, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനാവാതെ ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. അനുദപിക്കുക. ആ ഒരു കാര്യം ഓർത്തോണം. നിത്യതയിലേക്ക് ചെല്ലുമ്പോൾ സോദോം ഗൊമോറയ്ക്ക് കിട്ടുന്ന ആശ്വാസം പോലും എനിക്ക് കിട്ടിയല്ല എങ്കിൽ എന്തായിരിക്കും ആ അവസ്ഥ? ചിന്തിച്ചെടുക്കൂ. പക്ഷെ നമുക്ക് തനിയെ ഒന്നും ചെയ്യാനാവില്ല. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.